എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ഗാർഡൻ സെൻറ്ററിൽ പോയി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയ ഒരു ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ UK ഇതുപോലത്തെ ഒത്തിരിയധികം ഗാർഡൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഡോബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാർഡൻ സെൻറ്റർ അത്യാവശ്യം വലിയൊരു ഗാർഡൻ സെൻറ്റർ ആണ്. അവിടെ പ്ലാന്റ്സ് കൂടാതെ നമുക്ക് അവിടെ ക്ലോത്ത് ഷോപ്പ് ഉണ്ട്, പിന്നെ ഫുഡ് വെയർസ് ഉണ്ട്, പിന്നെ നമുക്ക് കിച്ചണിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒത്തിരിയധികം കാര്യങ്ങൾ അവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും പോകണ്ട, അവിടെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അവിടെ ഒരു നല്ല കഫേയൊക്കെ ഉണ്ട്, അവിടെ ഫ്രഷ്ലി മെയ്ഡ് കേക്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇതൊരു ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗാർഡൻ സെൻറ്റർ കൂടിയാണ് കേട്ടോ. പക്ഷേ നമ്മളന്ന് ലിയോ എന്ന് കൊണ്ടുപോയതാണ് പോയത്. അവിടെ കോവിഡ് ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സേഫ് ഡിസ്റ്റൻസിങ്ങും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഇത് ഫ്രൂട്ട് സെക്ഷനാണ്. അപ്പോൾ അവിടെ ആപ്പിളിൻ്റെ പല വെറൈറ്റീസും നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഡ്വാർഫ് വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ക്ലസ്റ്ററായിട്ട് ആപ്പിൾസ് വളരുന്ന വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞങ്ങൾ ഇതുവരെ ഫ്രൂട്ട് ട്രീസ് ഒന്നും മേടിച്ച് നട്ടിട്ടൊന്നുമില്ല. അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നല്ല പണിയുള്ള ഒരു കാര്യമാണ്. ഇത് പ്ലമ്മിൻ്റെ സെക്ഷനാണ്. നമുക്ക് ഇവിടെ വിക്ടോറിയ പ്ലംസ് ആണ് ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ പ്ലമ്മിൻ്റെ ഒത്തിരിയധികം വെറൈറ്റീസ് ഉണ്ട് അവിടെ. പിന്നെ സ്വീറ്റ് ചെറീസ് ഉണ്ട്. സ്വീറ്റ് ചെറീസ് വളരെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ചെറീസ്. അപ്പം അതൊരെണ്ണം വാങ്ങിച്ച് നടന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുറേയധികം ബെറീസിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ചെറിയ ആപ്പിളിൻ്റെ വെറൈറ്റി തന്നെയാണ്. മാലസ് ആപ്പിൾസ് എന്ന് അതിന് പറയുന്നത് കുഞ്ഞു ആപ്പിളിൻ്റെ വെറൈറ്റിയാണ്. ഇത് കൂടുതൽ ഓർണമെൻ്റൽ ആയിട്ടാണ് വളർത്തുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഓരോരോ സെക്ഷനായിട്ടാണ് അവർ ഓരോ ഗ്രൂപ്പ് പ്ലാന്റ്സും വെച്ചിരിക്കുന്നത്. ഇത് ആൽപൈൻ പ്ലാന്റ്സ് ആണ്, അതായത് നമുക്ക് ഈ റോക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. സക്യുലൻസ് ഒക്കെയാണിത്. ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിൽ ആനുവൽ പ്ലാന്റ്സും ഉണ്ട്, പെർനിയൽ പ്ലാന്റ്സും ഉണ്ടാവും. അപ്പോൾ ഈ ആനുവൽ പ്ലാന്റ്സ് പറഞ്ഞാൽ അവർ ഒരു വർഷത്തെ ലൈഫ് സ്പാനേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പെർനിയൽസ് ആണെങ്കിൽ നമുക്ക് വർഷം തോറും ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കൂടുതലും പെർനിയൽസ് നോക്കിയാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇത് ക്ലൈംബേഴ്സിൻ്റെ സെക്ഷനാണ്. ക്ലൈംബേഴ്സിൻ്റെ സെക്ഷൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മുന്തിരിങ്ങയുണ്ട്. ഒത്തിരിയധികം നല്ല രസമുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിലും ബീസ് വന്നിരിക്കുന്നുണ്ട്. അവർ നല്ല ഹാപ്പി ആയിട്ട് ഹണിയൊക്കെ കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് ഏഷ്യാറ്റിക് ലിലിയാണ്. ഇതിൻ്റെ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഓസ്റ്റിയോസ്പെർമം എന്ന് പറയും. ഇതിൻ്റെ ഒത്തിരിയധികം കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പൂക്കൾ നശിക്കുന്നതിനനുസരിച്ച് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പൂക്കൾ വരും. അപ്പോൾ സമ്മർ സീസൺ മുഴുവൻ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് ക്ലിമാറ്റിസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെയും ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ക്ലൈംബേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരിയധികം വെറൈറ്റീസ് അവിടെ ഉണ്ട്. ഈ പൂവുണ്ട്. ഇത് ഒരു നല്ല രസമാണ്. അതിങ്ങനെ തൂങ്ങി കിടക്കും മോളിൽ നിന്ന്. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ഇത് ഡയാന്തസ്, നാട്ടിലൊക്കെ ഫ്ലവർ ബൊക്കയിലൊക്കെ ഉപയോഗിക്കുമല്ലോ, അതാണ്. ഹൈഡ്രാഞ്ചിയയുടെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ജാപ്പനീസ് അസർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ്. ഇത് ഓട്ടം സീസണിലൊക്കെ ഭയങ്കര നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ഭാഗത്ത് ഗാർഡൻ അഗ്രിഗേറ്റ്സ് ആണ്, അതായത് ഗ്രേവിലും പലതരത്തിലുള്ള ഗ്രേവില്, ലൈം സ്റ്റോൺസ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മുടെ ഗാർഡൻ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ ഭാഗത്ത് പലതരത്തിലുള്ള ഗാർഡനിൽ വെക്കുന്ന പ്രതിമകൾ, ഈ ഫൗണ്ടൻ്റെ ഒക്കെ അടുത്ത് വെക്കുന്ന നല്ല രസമുള്ള പ്രതിമകളൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടും. പിന്നെ അത് കൂടാതെ പലതരത്തിലുള്ള ചെടിച്ചട്ടികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ.
നല്ല ഭംഗിയുള്ള പ്ലാന്റ് പോട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി അധികം ചെടികളുണ്ട് കേട്ടോ ഇവിടെ. കുറേ അധികം സെക്ഷൻ മാറി മാറിയുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കാണിച്ചു വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണം ഞാൻ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ ബ്ലൂ കളറിൽ കാണുന്നത് ലാവൻഡർ ആണ്. നല്ല മണമാണ് ഇതിന്റെ അടുത്തൂടെ പോകുമ്പോൾ. ഇതും ഓസ്റ്റിയോസ്പെർമത്തിന്റെ വേറൊരു വെറൈറ്റിയാണ്. അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ലോണം വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഈ പ്ലാന്റ്സ് ഇവിടെ സമ്മറിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ്. അവർ നമ്മളിങ്ങനെ തൂക്കിയിടുന്ന ബാസ്ക്കറ്റിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്ലവർ ആണത്. റോസിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. ബുഷ് വെറൈറ്റി ഉണ്ട്, പിന്നെ മീനിയേച്ചർ റോസ് ഉണ്ട്, ക്ലൈംബിംഗ് വെറൈറ്റീസ് ഉണ്ട്, പിന്നെ നല്ല മണമുള്ള നാട്ടിലെ നമ്മുടെ പനിനീർ റോസ് അതുപോലത്തെ മണമുള്ള വെറൈറ്റീസ് ഉണ്ട്. ഈ റോസൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കും. ഒത്തിരി അധികം ഫ്ലവേഴ്സ് തരും അവര്. ഈ പ്ലാന്റ്സ് ഒക്കെ ആനുവൽ പ്ലാന്റ്സ് ആണ്. അതായത് ഒരു വർഷത്തേക്കുള്ളൂ അവരുടെ ലൈഫ് സ്പാൻ. അത് കഴിഞ്ഞാൽ അവര് നശിച്ചു പോവും. വീണ്ടും ഓസ്റ്റിയോസ്പെർമത്തിന്റെ ഒരു യെല്ലോ വെറൈറ്റിയാണിത്. ഓസ്റ്റിയോസ്പെർമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണിത്. വൈറ്റില് നടുക്ക് ഇങ്ങനെ വയലറ്റ് ഇതായിട്ടുള്ളത്. ഇത് ഡാലിയാണ്. പല കളറിലും പല വലുപ്പത്തിലുള്ള ഡാലിയയുടെ പ്ലാന്റ്സ് വാങ്ങിക്കാൻ കിട്ടും. ഡാലിയ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഡാലിയൊക്കെ സമ്മറിൽ മാത്രമേ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് വിന്റർ ടൈം ഒക്കെ ആകുമ്പോൾ അവര് ഡോർമെന്റ് ആയിട്ട് മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കും. പിന്നെ പിറ്റേ വർഷം പിന്നെയും ഫ്ലവേഴ്സ് ഉണ്ടാവും. അതിന്റെ കിഴങ്ങ് കുഴിച്ചിട്ടാൽ മതി. ഇതിപ്പോ നമ്മൾ അവരുടെ അകത്ത് വന്നു കേട്ടോ. ഇൻഡോർ ആണിത്. അതുകൊണ്ടാണ് ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആയിട്ടുള്ള ഓറഞ്ചും നാരങ്ങയും ഒക്കെ അവർ അകത്താണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതില്. ഇത് ചെർബറയാണ്. നാട്ടിലൊക്കെ ഒത്തിരി അവൈലബിൾ ആണല്ലോ ഇത്. ബൊക്കയിലും പിന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ്സിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന വെറൈറ്റി ആണല്ലോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഗൂസ്ബെറീസ് ആണ്. ഇവിടുത്തെ നെല്ലിക്ക ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെറിയ ബുഷിലാണ് നെല്ലിക്ക ഉണ്ടാവണേ. നാട്ടിലെ പോലെ വലിയ വൃക്ഷങ്ങളിലല്ല ഇവിടുത്തെ നെല്ലിക്ക. ഇത് വൈറ്റ് കറന്റ് എന്ന് പറയുന്ന ഒരു ബെറി ടൈപ്പ് ഒരു ഫ്രൂട്ട്സ് ആണ്. ഇതിന് ഭയങ്കര ചവർപ്പാണ്, വെറുതെ കഴിക്കാൻ പറ്റില്ല. ഡെസേർട്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ആയാലും വെജിറ്റബിൾ പ്ലാന്റ്സിന്റെ ആയാലും സീഡ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിലെല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴാണ് അത് വിത്ത് നടേണ്ടത്, എപ്പോഴാണ് ഹാർവെസ്റ്റിങ്, എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതിയാവും. ഞങ്ങൾ കുറച്ച് ടൊമാറ്റോ സീഡ്സും പിന്നെ ബീൻസിന്റെ സീഡ്സ് ഒക്കെ വാങ്ങിച്ച് നേരത്തെ തന്നെ നട്ടിരുന്നു. അതൊക്കെ വലുതായി കഴിയുമ്പോൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ പിന്നെ ബാർബിക്യൂ ഐറ്റംസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ സെയിലിൽ വെച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ ഗാർഡൻ ഫർണിച്ചേഴ്സ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവിടെ കിച്ചണിലേക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സ് ഒക്കെ കണ്ടു. ഇത് കേക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കുള്ള ഒരു സെക്ഷനാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോസിൽസ് ഒക്കെ അവിടെ കാണാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഏതൊക്കെയാണ് പാറ്റേണും ഒക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ കുറേ അധികം ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. അവിടെയുണ്ട് നാരകം ഒക്കെ ഇരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ ഒരു സെക്ഷനും ഉണ്ട്. പിന്നെ ബോൺസായി പ്ലാന്റ്സ് ഉണ്ട്. ബോൺസായി പ്ലാന്റ്സ് ഒക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും ലോ മെയിൻ്റെനൻസ് ആണ്. പിന്നെ ഒത്തിരി അധികം നാളെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലും നല്ല നല്ല ഗ്ലാസ് സ്പേസസിലൊക്കെ ഹൈഡ്രോപോണിക്സ് ഉള്ളത് സോയിൽലെസ് ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇത് ചെറിയ ചെറിയ ടെറേറിയംസ് ആണ്. പ്ലാന്റ്സ് ഒക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണിത്. ഈ ടെറേറിയം നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ വാഴ അവിടെ ഇരിക്കുന്നത് കണ്ടത്. വാഴ ഇരിക്കുന്നത് കണ്ടപ്പോഴൊക്കെ ഒരു സന്തോഷം അത് കാണുമ്പോൾ. നമ്മുടെ നാട്ടിലെ വാഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെയുണ്ട്. പക്ഷെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് വളരുമൊന്നുമില്ല. വിന്ററിൽ അത് നശിച്ചു പോകും. നമ്മുടെ ഫൈക്കസും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. അപ്പൊ അവിടെ പുറത്തും അവര് കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കളർ കോമ്പിനേഷനൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും, ഏതൊക്കെ പ്ലാന്റ്സ് ആ വാങ്ങിക്കണ്ടേന്നൊക്കെ. ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുവാണ്. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണണമെന്ന് കുറച്ചുപേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുവാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്